പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും. ഈ വിഷയത്തിന്മേൽ ഇന്നത്തെ നമ്മുടെ അവതരണ വിഷയം ശിവകുടുംബത്തിൻ്റെ ചിത്രം. ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതെല്ലാം തന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, അനുഭവക്കുറിപ്പുകളാണ്. കോലത്തുകരയിൽ ഇന്നും വസിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ച ആളുകൾ നൽകിയ അനുഭവങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ അനുഭവം സുമൻ കേശവൻ എന്ന് പറയുന്ന കോലത്തുകര നിവാസി പറഞ്ഞിട്ടുള്ളതാണ്. കുളത്തൂർ ശ്രീനാരായണ സ്മാരക വായനശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മുൻപൊരു കാഞ്ഞിരമരമുണ്ടായിരുന്നു. കാഞ്ഞിരത്തിൻമൂട് എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതിനടുത്തായി ഒരു തെക്കതും, അതായത് ഒരു ആരാധന മുറി ഉണ്ടായിരുന്നു. ആറാട്ടുവഴി ഒ കൃഷ്ണൻ വാദ്യാരുടെ കുടുംബത്തിൻ്റെ ആരാധന സ്ഥലമായിരുന്നു ഇത്. തൃപ്പാദങ്ങൾ കുളത്തൂർ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ഈ തെക്കതിൽ വരുന്നത് പതിവായിരുന്നു. ഒരവസരത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ കൂടി നിന്നവരോട് അരുൾ ചെയ്തു, ഇവിടെ ഒരു ഗ്രന്ഥശാല നിർമ്മിക്കണം. അത് കേട്ട ഒ കൃഷ്ണൻ വൈദ്യർ ഒരു രേഖയും കാണിക്കാതെ 5 സെന്റ് സ്ഥലം നിർമ്മാണത്തിനായി നൽകി. ഗ്രന്ഥശാല നിർമ്മാണത്തിന് ശേഷം ഭഗവാൻ സ്വമനസാലെ അവിടം സന്ദർശിക്കുകയും വളരെയധികം സമയം ചെലവഴിക്കുകയും ചെയ്തു. കൊള്ളാം, ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇനി വേണ്ടത്. നന്നാവും, നല്ല ആൾക്കാർ സഹായിക്കും. ഒ കൃഷ്ണൻ വാദ്യാർ അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേര് മീനാക്ഷി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളായ ദാക്ഷായണിക്ക് ഗന്ധർവന്റെ ഉപദ്രവം ഉണ്ടായിരുന്നത് സ്വാമി തൃപ്പാദങ്ങളാണ് തീർത്തു കൊടുത്തത്. കൂടാതെ വീട്ടിൽ ഉപയോഗത്തിനു മുമ്പ് തേങ്ങയുടെ പുറത്തുള്ള നാരുകൾ നിശേഷം ചെത്തിക്കളഞ്ഞതിന് ശേഷം പാചകം ചെയ്യുന്നതാണ് നല്ലത് എന്ന് തൃപ്പാദങ്ങൾ അവരെ ഉപദേശിക്കുകയും ചെയ്തു. ഈ അമ്മ മരിക്കുന്നതുവരെ, അതായത് മീനാക്ഷി അമ്മ മരിക്കുന്നതുവരെ ഈ ഉപദേശം പാലിച്ചിരുന്നു. അയൽവാസികൾക്കും ഈ അനുഭവം പങ്കുവച്ചു. സ്വാമി തൃപ്പാദങ്ങൾ കോലത്തുകര സന്ദർശിക്കുന്ന അവസരത്തിൽ തലമുണ്ടനം ചെയ്തിരുന്നത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് അകലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന താവറത്ത് ഭവനത്തിൽ വച്ചായിരുന്നു. തൃപ്പാദങ്ങളെ വണങ്ങുവാൻ നാട്ടുകാർക്കന്ന് അതിനടുത്ത് താമസിച്ചിരുന്ന കുടുംബ വഴി നൽകിയില്ല. ഭക്തർ കള്ളിമുൾ ചെടികൾക്കിടയിലൂടെ വളരെ പ്രയാസപ്പെട്ട് സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്ത് എത്തിച്ചേരുന്നത്. ഇത് കണ്ട് ഒരിക്കൽ സ്വാമി തൃപ്പാദങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി, 10,000 കാൽപ്പാടുകൾ വീഴേണ്ട ഭൂമിയല്ലേ ഇത്? ആ സ്ഥലത്താണ് ഇപ്പോൾ സ്കൂൾ പണിതിരിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മ ഗൗരിയുടെ അമ്മ പാർവതി, അച്ഛൻ കൃഷ്ണൻ. ഇവർക്ക് സന്താനഭാഗ്യം ഇല്ലായിരുന്നു. ഗുരുദേവൻ കുളത്തൂർ സന്ദർശിച്ച അവസരം പാർവതിയുടെ സഹോദരൻ ഗുരുവിനോട് സങ്കടം ഉണർത്തിച്ചു. ശിവകുടുംബത്തിൻ്റെ ചിത്രം ഭവനത്തിൽ വച്ച് ആരാധിക്കുവാൻ സ്വാമി തൃപ്പാദങ്ങൾ അരുളി. അതിന് പ്രകാരം പടം വാങ്ങി ഒരു ദിവസം അന്നദാനവും നടത്തി. ചെണ്ടമേളത്തോടെ ഗുരുദേവൻ തന്നെ ഭവനത്തിൽ ചിത്രം വെച്ചു. അതിനുശേഷം പാർവതി കൃഷ്ണൻ ദമ്പതിമാർക്ക് 4 പെണ്ണും 4 ആണും ഉൾപ്പെടെ 8 സന്താനങ്ങൾ ഉണ്ടായി. തുണ്ടത്തിൽ ഭവനത്തിലാണ് ഈ സംഭവം. ഈ കുടുംബ വീട് മൂത്ത മകളായ ഗൗരിക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ചിത്രം ഗൗരിയുടെ മൂത്ത മകനായ സുരേന്ദ്രന്റെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നു. സുരേന്ദ്രന്റെ മകളാണ് ഞാൻ, അതായത് ഈ കുറിപ്പിന്റെ അവകാശിയായ സുമൻ കേശവൻ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഈ ഒരു മാസക്കാലമായി ഭഗവാന്റെ ജീവചരിത്രം, അതായത് ഗുരുദേവന് കോലത്തുകരയുമായുള്ള ബന്ധവും അവിടുത്തെ അനുഭവങ്ങളും ഇവിടെ ഏവരുമായി എനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിച്ചത് സ്വാമി തൃപ്പാദങ്ങളുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏവരോടും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.